ചില ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ sin 2x cos 2x tan 3x അതിൻ്റെ ഡെറിവേഷനൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ജസ്റ്റ് എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾ ആ ഇക്വേഷൻസ് ഫുള്ള് ആ കോളത്തിലിട്ടേക്കുന്ന ഇക്വേഷൻസ് ഫുള്ള് ഒരു നിങ്ങളുടെ ബുക്കിൻ്റെ ബാക്കിലോ ഒക്കെ ഒരുമിച്ച് എഴുതിയിടുക. ആ ഫുൾ ഇക്വേഷൻസ്, അതായത് ആ sin x പ്ലസ് sin of x പ്ലസ് വൈ sin of x മൈനസ് വൈ ആ ഒരു 6 സെറ്റ് ഇക്വേഷൻ ഇല്ലേ, അതിൻ്റെ കോട്ട് ഒഴിവാക്കിക്കോ. ആ 6 ഇക്വേഷന് പിന്നെ 48 ഇക്വേഷൻ എഴുതണം നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങൾ ആ ട്രിക്ക് അനുസരിച്ച് പഠിച്ചാൽ മതി. അത് ഓരോന്നും ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാമല്ലോ, അങ്ങനെ പഠിച്ചാൽ മതി. ആ മറ്റേ 6 ഇക്വേഷൻ, പിന്നെ sin 2x-ൻ്റെ 2 ഇക്വേഷൻ, cos 2x-ൻ്റെ 4 ഇക്വേഷൻ, tan 2x-ൻ്റെ 1 ഇക്വേഷൻ, പിന്നെ sin 3x cos 3x tan 3x അത്രയും ഇക്വേഷൻസ് ഒരുമിച്ച് എഴുതി വിടുക. എന്നിട്ട് അത് എപ്പോഴും നോക്കിയത് പഠിച്ചുകൊണ്ടിരിക്കണം. അത് നല്ല വ്യക്തമായിട്ട് പഠിക്കണം. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. ഡെറിവേഷൻ നിങ്ങൾ നോക്കണ്ട, ഇക്വേഷൻസ് മാത്രം പഠിച്ചിരിക്കുക. ഇനി നമുക്കൊരു 8 ഇക്വേഷനും കൂടി ഉണ്ട്, അതും കൂടെ പഠിക്കണം. അതിൽ ഒരു 4 ഇക്വേഷൻ ഈ വർഷവും അടുത്ത 4 ഇക്വേഷൻ സെക്കൻഡ് ഇയറിലും ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എന്നാലും അത് രണ്ടും അങ്ങ് എഴുതി തരാം. അടുത്ത ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എഴുതിയ sin of x പ്ലസ് വൈ, 2 ആംഗിൾസിൻ്റെ സം എടുത്തിട്ട് സൈൻ കാണുക. ഇവിടെ അങ്ങനെയല്ല, ഇപ്പോൾ എക്സും വൈയും 2 ആംഗിൾ ഉണ്ടെങ്കിൽ സൈൻ എക്സും സൈൻ വരും. 2 ആയിട്ട് കിടക്കുന്നതിന് നമ്മൾ സമ്മായിട്ട് കിടക്കുന്നതിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. സമ്മിനെ പ്രോഡക്റ്റ് ആക്കുന്ന 4 ഇക്വേഷൻ ഉണ്ട്, പിന്നെ പ്രോഡക്റ്റിനെ തിരിച്ച് സമ്മാക്കുന്ന 4 ഇക്വേഷൻ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇയറിൽ സമ്മായിട്ട് കിടക്കുന്നതിനെ പ്രോഡക്റ്റ് ആക്കണം. പ്രോബ്ലം ചെയ്യാനൊക്കെ സമ്മായിട്ട് കിടക്കുന്നതിനെ പ്രോഡക്റ്റ് ആക്കണം. സെക്കൻഡ് ഇയറിൽ പക്ഷേ പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും തരുന്നത്, അതിനെ നമുക്ക് സമ്മാക്കി വേണം ചെയ്യാൻ. സെക്കൻഡ് ഇയറിൽ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിടന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സമ്മാക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സം ആൻഡ് പ്രോഡക്റ്റ് ഫോർമുല എന്ന് അതിൻ്റെ പേര്. സം ആൻഡ് പ്രോഡക്റ്റ് ഫോർമുല. സമ്മിനെ പ്രോഡക്റ്റ് ആക്കുന്നു, പ്രോഡക്റ്റിനെ തിരിച്ച് സമ്മാക്കുന്നു. 8 ഇക്വേഷൻ. അത്രയും ഇക്വേഷൻസ് പഠിച്ചാൽ പിന്നെ ട്രിഗ്നോമെട്രി ഇക്വേഷൻസ് സൊല്യൂഷൻ വരുന്നുണ്ട്. അവിടെ അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. സമ്മായിട്ട് കിടക്കുന്നതിന് 2 സൈൻ, അതായത് സൈൻ എക്സും സൈൻ വൈയും 2 സൈൻ ആയിട്ട് കിടക്കുന്നതിനെ നമ്മൾ പ്രോഡക്റ്റ് ആക്കാൻ പോവാം. അപ്പോൾ ഇത് ഇക്വേഷൻ പഠിച്ചാൽ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് പറയുന്നത് 2 ഇൻറ്റു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2. എക്സും വൈയും ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ സൈൻ എടുക്കുന്നു. 2 ഇൻറ്റു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. ഇതാണ് കണ്ടോ, ഇവിടെ സമ്മായിട്ട് കിടക്കുന്നു. സൈൻ എക്സും പ്ലസ് സൈൻ വൈ സമ്മായിട്ട് കിടക്കുന്നു. അതിനെ നമ്മൾ പ്രോഡക്റ്റ് ആക്കി. 2 ഇൻറ്റു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. ഒരിടത്ത് എക്സ് പ്ലസ് വൈ ബൈ 2, ഒന്നിൻ്റെ കൂടെ എക്സ് മൈനസ് വൈ ബൈ 2 വരുന്നത്. അത് ഇനിയുള്ള ബാക്കി 3 ഇക്വേഷനിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സൈനും കോസും അങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. അപ്പോൾ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ വരുമ്പോൾ ഇത് ഇനി ഡിഫറൻസ് വരുന്നു. സൈൻ എക്സ് മൈനസ് സൈൻ വൈ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഈ സൈനും കോസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഇവിടെ സൈൻ ആയിരിക്കുന്നത് കോസ് എന്നില്ല, 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസിൻ്റെ ഇവിടെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പം പ്ലസ് വരുമ്പോൾ ആദ്യം സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2ൻ്റെ കൂടെ സൈനാണ്, എക്സ് മൈനസ് വൈ ബൈ 2ൻ്റെ കൂടെ കോസ്. മൈനസ് വരുമ്പോൾ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറഞ്ഞാൽ കോസിൻ്റെ അകത്ത് വരും, എക്സ് മൈനസ് വൈ ബൈ 2 സൈനിൻ്റെ അകത്ത് വരും. അപ്പം അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഇനി അടുത്തത് ഇപ്പോൾ സൈനിൻ്റെ 2 എണ്ണം, ഇനി കോസിൻ്റെ 2 എണ്ണം. കോസ് എക്സ് പ്ലസ് കോസ് വൈ. കോസിൻ്റെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്, 2ഉം കോസാണ്. പ്ലസ് വരുമ്പോൾ 2ഉം കോസ്. 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പം സൈൻ വരുമ്പോൾ ഒരെണ്ണം സൈനും ഒരെണ്ണം കോസും. കോസ് വരുമ്പോൾ ഒന്നെങ്കിൽ 2ഉം കോസ്, അല്ലെങ്കിൽ ഇനി വരുന്ന 2ഉം സൈനാണ്. അപ്പം പ്ലസ് വരുമ്പോൾ 2ഉം കോസ്, മൈനസ് വരുമ്പോൾ കോസ് എക്സ് മൈനസ് കോസ് വൈ. മൈനസ് വരുമ്പോൾ 2ഉം സൈൻ വരും. വേറൊരു ചെറിയ വ്യത്യാസം കൂടെ, അവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു ഇതിന് മാത്രം ഒരു മൈനസ് ഉണ്ട്, -2. ബാക്കിയൊക്കെ സെയിം, 2ഉം സൈൻ. 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഈ 4 ഇക്വേഷൻ ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്ന് വെച്ചാൽ ഈ 4 ഇക്വേഷൻ വെച്ച് ഒരു പ്രോബ്ലം ഉറപ്പാണ്. ഈ 4 ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഈ 4 ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 100% ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇത് 4 എന്താണ് ഈ 4 ഇക്വേഷൻ ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. സമ്മായിട്ട് കിടക്കുന്നതിനെ പ്രോഡക്റ്റ് ആക്കുന്നു. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, 2ഉം സൈനും പ്ലസ് വരുമ്പോൾ 2 സൈൻ, ആദ്യം സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2ൻ്റെ സൈൻ ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. അടുത്ത മൈനസ് വരുമ്പോൾ ഇവിടെ തിരിഞ്ഞു വരുന്നുള്ളൂ. കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ആദ്യം വരും, സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 രണ്ടാമത് വരും. ഇനി കോസ് എക്സ് പ്ലസ് കോസ് വൈ, കോസ് വരുമ്പോൾ 2ഉം കോസാണ്. കോസ് എക്സ് മൈനസ് കോസ് വരുമ്പോൾ 2ഉം സൈനാണ്, ഇവിടെ മാത്രം ഒരു മൈനസ് വരും.
ഇതാണ് സമ്മിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഇക്വേഷൻസ്. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കാം, ലെഫ്റ്റ് സൈഡിൽ സമ്മാണ്, റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ്. ഇത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഈ ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിൽ പക്ഷെ തിരിച്ച് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുന്നതിനെ സമ്മാക്കി മാറ്റണം. പ്രോഡക്റ്റിനെ തിരിച്ച് സമ്മാക്കി മാറ്റണം. അതാണ് സെക്കൻഡ് ഇയറിൽ വേണ്ടത്. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതാം. പ്രോഡക്റ്റിനെ തിരിച്ച് സമ്മാക്കുന്നു. അതായത് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ അല്ല, സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. അവിടെ റൈറ്റ് സൈഡിൽ ഒരു സൈനും ഒരു കോസും ഇല്ലായിരുന്നോ? റൈറ്റ് സൈഡ് നോക്കുക. നമ്മൾ സമ്മിനെ പ്രോഡക്റ്റ് ആക്കിയപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു സൈനും ഒരു കോസും അങ്ങനെ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു എല്ലായിടത്തും ഒരു 1/2 വരും. 1/2 ഇൻറ്റു, കാരണം അവിടെ 2 sin x 2 ഇൻറ്റു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് ഇങ്ങനെയല്ലായിരുന്നോ? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു 2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. ഇങ്ങനെയല്ല. ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന 2 സൈൻ, ഇതിന് പകരം നമ്മൾ എക്സ് എന്ന് കൊടുത്തു, ഇതിന് പകരം വൈ എന്ന് കൊടുത്തു. അപ്പം 2 സൈൻ എക്സ് കോസ് വൈ ഫോമില്ല. അപ്പോൾ ഇവിടെ 2നെ പുറത്തോട്ട് കൊടുക്കും, 1/2 എന്നാകും. 1/2 എന്നാക്കും. ഇനി ഇത് ഈ എക്സ് പ്ലസ് വൈ ബൈ 2ന് നമ്മൾ എക്സ് വൈ അങ്ങനെ കൊടുക്കുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് മാറും. എക്സിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ വരും. കാരണം ഇവിടെ രണ്ടിടത്തും സൈനാണ്. സൈനോ എക്സ് പ്ലസ് വൈ പ്ലസ് സൈനോ എക്സ് മൈനസ് വൈ. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇത് നമുക്ക് അടുത്ത വർഷം ആവശ്യമുള്ളൂ. ഈ വർഷം ജസ്റ്റ് ഒന്ന് എഴുതി തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൈനും കോസും കൂടെ വരുമ്പോൾ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ വരുമ്പോൾ ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇനി തിരിച്ചു വരാം. കോസ് ആദ്യം വരാം. രണ്ടാമത്തെ ഇക്വേഷൻ കോസ് ആദ്യം വരുന്നത്. കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അവിടെ മൈനസ് ആയിരുന്നു നടുക്ക്. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഇങ്ങനെ വരും. അപ്പം ഒരെണ്ണം സൈനും ഒരെണ്ണം കോസും വരുമ്പോൾ ആദ്യം സൈനും രണ്ടാമത് കോസും വരുമ്പോൾ രണ്ടും സൈനാണ്, നടുക്ക് പ്ലസ്. തിരിച്ചു വരുമ്പോൾ രണ്ടും സൈനാണ്, പക്ഷെ നടുക്ക് മൈനസ് വരും. ഇനി കോസ് എക്സ് കോസ് വൈ വരുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 1/2 ഇൻറ്റു രണ്ടും അവിടെ കോസിൻ്റെ വരും. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ഇനി രണ്ടും സൈൻ വരുന്നു. സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ വരുമ്പോൾ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്, 1/2 ഇൻറ്റു. കാരണം ലാസ്റ്റത്തെ ഇക്വേഷൻ ഒരു മൈനസ് ഉണ്ടായിരുന്നു. ഇത്രയും നേരം നമ്മൾ എഴുതുന്നത് എക്സ് പ്ലസ് വൈ ആയിരുന്നു ഫസ്റ്റ്. അപ്പോൾ എഴുതി വരുമ്പോൾ ശരിക്കും കോസ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്നല്ലേ വരുന്നത്. പക്ഷെ ലാസ്റ്റ് ഇക്വേഷൻ ഒരു മൈനസ് കോമൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് മാത്രം തിരിഞ്ഞു വരും. അതായത് എക്സ് മൈനസ് വൈ ആദ്യം വരും. കോസ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. സം ആൻഡ് പ്രോഡക്റ്റ് ഫോമിലേക്കകത്ത് ലാസ്റ്റത്തെ ഇക്വേഷന് മൈനസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ തിരിഞ്ഞു വരുന്നത്. കോസ് എക്സ് മൈനസ് വൈ ഫസ്റ്റ് വരും. അപ്പോൾ ഇത് ഈ 4 ഇക്വേഷൻ ഈ വർഷം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്കിത് അടുത്ത വർഷമാണ് കൂടുതലും വേണ്ടത്. അപ്പം സമ്മിനെ പ്രോഡക്റ്റ് ആക്കുന്ന നമ്മൾ ആദ്യം എഴുതിയ 4 ഇക്വേഷൻ അത് ഉറപ്പായിട്ട് പഠിക്കണം. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പിന്നെ പ്രോഡക്റ്റിനെ സമ്മാക്കുന്ന ഇക്വേഷൻ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. നമ്മൾ അടുത്ത വർഷത്തേക്ക് കാണാതെ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ആ മുമ്പേ പറഞ്ഞ ഇക്വേഷൻ്റെ കൂടെ ഈ 8 ഇക്വേഷനും കൂടെ ഒരുമിച്ച് എഴുതിയിട്ട് അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പം അത്ര ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കാൻ പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം. ഇതിനകത്ത് പ്രോബ്ലംസ് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് മനസ്സിലാക്കി എടുത്താൽ മതി. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആദ്യം പ്രൂവ് ദാറ്റ് prove that 2 sin square pi by 6 2 sin square pi by 6 plus cosec square 7 pi by 6 plus cosec square 7 pi by 6 into cos square pi by 3 cos square pi by 3 equal to 3 by 2. ഇത് പ്രൂവ് ചെയ്യാം. ഇതിന്റെ വാല്യൂ 3/2 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് 2 sin square pi by 6 പ്ലസ് cosec square 7 pi by 6 into cos square pi by 3 ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് sin square pi by 6 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 3/2 എന്ന് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഓരോരോ വാല്യൂസും കണ്ടുപിടിക്കണം.
സൈൻ സ്ക്വയർ 2 സൈൻ സ്ക്വയർ പൈ ബൈ 6 കണ്ടുപിടിക്കണം. അതിനാദ്യം സൈൻ പൈ ബൈ 6 കാണാം. സൈൻ പൈ ബൈ 6, സൈൻ പൈ ബൈ 6 എന്ന് വെച്ചാൽ 30 അല്ലേ, സൈൻ 30. ആ വാല്യൂസ് പഠിക്കണേ. സൈൻ 30 എന്ന് വെച്ചാൽ 1/2, നമുക്കറിയാലോ 1/2. അപ്പോൾ സൈൻ സ്ക്വയർ പൈ ബൈ 6 എന്ന് വെച്ചാൽ നമുക്ക് 2 സൈൻ സ്ക്വയർ പൈ ബൈ 6ന്റെ വാല്യൂ വേണ്ടത് എന്ന് വെച്ചാൽ 2 × 1/2 വരും. അതായത് 1 വരും. 2 × 1/2. സൈൻ സ്ക്വയർ പൈ ബൈ 6ന്റെ 1/2ന്റെ സ്ക്വയർ 1/4 വരും. ഇനി 2 × ആദ്യത്തെ ടേം 2 സൈൻ സ്ക്വയർ പൈ ബൈ 6 എന്ന് വെച്ചാൽ 2 × സൈൻ സ്ക്വയർ പൈ ബൈ 6 നമുക്ക് 1/4 കിട്ടും. 2ഉം 4ഉം കൂടെ വെട്ടിയാൽ 1/2 കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേമിന്റെ ആൻസർ കിട്ടി. 2 സൈൻ സ്ക്വയർ പൈ ബൈ 6ന്റെ വാല്യൂ 1/2 വരും. മനസ്സിലായല്ലോ. ആദ്യം സൈൻ പൈ ബൈ 6 ആണ് 1/2, പിന്നെ അതിന്റെ സ്ക്വയർ, എന്നിട്ട് അതിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 1/2 കിട്ടും. അപ്പോൾ ആദ്യത്തെ വാല്യൂ കിട്ടി. ഇനി കോസീക് സ്ക്വയർ 7 പൈ ബൈ 6ഉം കോസ് സ്ക്വയർ പൈ ബൈ 3. അപ്പോൾ കോസ് സ്ക്വയർ പൈ ബൈ 3 സിമ്പിൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഒരെണ്ണം 7 പൈ ബൈ 6 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ കൊസീക് സ്ക്വയർ 7 പൈ ബൈ 6. അപ്പോൾ കൊസീക് സ്ക്വയർ 7 പൈ ബൈ 6 കാണുന്നതിൽ നല്ലത് സൈൻ 7 പൈ ബൈ 6. സൈനിന്റെ കണ്ടിട്ട് കൊസീക്കിലേക്ക് പോകാം. കാരണം കൊസീക്കിന്റെ വാല്യൂ കാണാൻ അത് കാണാൻ പഠിക്കണ്ട, സൈൻ കോസ്റ്റാൻ പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത കൊസീക്ക് കാണാം. അതിനായിട്ട് സൈൻ 7 പൈ ബൈ 6 ആണ്. സൈൻ 7 പൈ ബൈ 6. അപ്പോൾ 7 പൈ ബൈ 6ന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ കൺവേർഷൻ വേണം. സൈൻ ഓഫ് താഴെ 6 അല്ലേ, താഴെ 6 ആയതുകൊണ്ട് മേളിന്റെ 7 പൈയെ 6 പൈ വെച്ച് മാറ്റുക. താഴെ 4 ആണെങ്കിൽ 4 പൈ വെച്ച്, താഴെ 3 ആണെങ്കിൽ 3 പൈ വെച്ച്, താഴെ എന്താണോ വരുന്നത് അത് വെച്ച്. അപ്പൊ 6 ആയതുകൊണ്ട് 6 പൈ എഴുതി. നമുക്കിവിടെ 7 പൈയെ 6 പൈ പ്ലസ് 1 പൈ പൈ എഴുതാം. 6 പൈ പ്ലസ് പൈ എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി സ്പ്ലിറ്റ് ചെയ്യുക. സൈൻ ഓഫ് 6 പൈ ബൈ 6 പ്ലസ് പൈ ബൈ 6. That is equal to sin of 6 pi by 6 വെട്ടിക്കളയുമ്പോൾ പൈ വരും. പൈ പ്ലസ് പൈ ബൈ 6 എന്ന് വരും. പൈ പ്ലസ് പൈ ബൈ 6 ഇതിന്റെ വാല്യൂ നമുക്കറിയാം പൈ പ്ലസ് ആ. അപ്പൊ നമ്മൾ ആ 48 ഇക്വേഷൻ പഠിച്ചില്ലേ, റിഡക്ഷൻ ഫോമില്, അത് ഉപയോഗിച്ച് വേണം ഇവിടെ എഴുതാൻ. പൈ എന്ന് പറയുമ്പോൾ ഇവിടെ വരും. പൈ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും തേർഡ് ക്വാഡ്രന്റിൽ വരും. പൈ പ്ലസ് പൈ ബൈ 6 ഇവിടെ ആയിട്ട് വരും. പൈ പ്ലസ് പൈ ബൈ 6 എന്ന് പറയുമ്പോൾ പൈ ഇവിടെ വരെ പ്ലസ് വരുമ്പോൾ ഇങ്ങോട്ട് വരും. തേർഡ് ക്വാഡ്രന്റിൽ വരും. തേർഡ് ക്വാഡ്രന്റിൽ ഏതാ പോസിറ്റീവ്? തേർഡ് ക്വാഡ്രന്റിൽ ടി, ടാനാണ് പോസിറ്റീവ്. ടാനും കൂട്ടും, ബാക്കി ഫുള്ള് നെഗറ്റീവാണ്. സൈൻ ഇവിടെ നെഗറ്റീവാണ്. അപ്പൊ അത് നിങ്ങൾ ആ ഒരു കാര്യം ഓർത്ത് എഴുതണം. നമുക്കത് പലയിടത്തും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ സൈൻ പൈ പ്ലസ് പൈ ബൈ 6 പൈ പ്ലസ് ഏത് ക്വാഡ്രന്റാണ് നോക്കുക? തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനാണ് പോസിറ്റീവ്. അപ്പം സൈൻ നെഗറ്റീവാണ്. തേർഡിന്റെ സൈൻ നെഗറ്റീവാണ്. ഇനി നോക്കുക, പൈ വരുമ്പോൾ നമുക്കറിയാം സൈൻ പൈ പ്ലസ് എക്സ്. സൈൻ പൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പൈയെ നമ്മൾ ഒഴിവാക്കാം. സൈൻ വരും, പൈ വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല. ഓർക്കുന്നുണ്ടോ? ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിച്ചത് മൈനസ് സൈൻ എക്സ് ആണ്. മൈനസ് സൈൻ എക്സ്. അപ്പൊ നമ്മൾ പൈ വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല, സൈൻ തന്നെയാണ്. സൈൻ പൈയെ ഒഴിവാക്കി എക്സ് എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമുക്കിവിടെ എക്സിന്റെ സൈൻ പൈ ബൈ 6 ആണ്. അപ്പൊ സൈൻ പൈ പ്ലസ് എക്സ് വരുമ്പോൾ സൈൻ പൈ ബൈ 6 എന്ന് വരും. സൈൻ പൈ ബൈ 6 അതിലേക്കോട്ട് എഴുതാം. That is equal to minus sin pi by 6. നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. sin pi plus x വെച്ചാൽ minus sin x. മൈനസ് sin x ഇവിടെ വരുന്ന x. ഇവിടെ വരുന്ന pi by 6. അപ്പോൾ minus sin pi by 6 എന്ന് വരും. മൈനസ് sin pi by 6ന്റെ വാല്യൂ നമുക്കറിയാം. That is equal to ഇവിടെ എഴുതിയതല്ലേ pi by 6ന്റെ വാല്യൂ 1/2. അപ്പോൾ മൈനസ് 1/2 വരും. അങ്ങനെയാണെങ്കിൽ therefore cosec 7 pi by 6 ആണ് നമുക്ക് വേണ്ടത്. ഇത് sin 7 pi by 6ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത്. നമുക്ക് cosec 7 pi by 6ന്റെ വാല്യൂ വേണ്ടത്. cosec 7 pi by 6ന് 1 by sin 7 pi by 6. 1 by sin 7 pi by 6 ആണ് cosec. അപ്പോൾ sin 7 pi by 6ന്റെ വാല്യൂ -1/2 എന്ന് കിട്ടി. അപ്പോൾ cosec എന്ന് പറയുമ്പോൾ തിരിച്ചെഴുതിയാൽ മതി -2/1, അതായത് -2. അപ്പോൾ cosec 7 pi by 6ന്റെ വാല്യൂ നമുക്ക് -2 എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കാം cosec സ്ക്വയർ 7 pi by 6 ആണ് വേണ്ടത്. cosec സ്ക്വയർ 7 pi by 6ന്റെ വാല്യൂ ആണ് വേണ്ടത്. -2ന്റെ സ്ക്വയർ. cosec 7 pi by 6 -2 അല്ലേ? -2ന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു -2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 4 വരും. 4 വരും. ഇനി ഇവിടെ cos സ്ക്വയർ pi by 3 കൂടെ ഉണ്ട്. അപ്പോൾ cos pi by 3 എന്ന് പറയുന്നത് നമുക്കറിയാം cos 60 1/2 ആണ്. അപ്പോൾ cos സ്ക്വയർ pi by 3 എന്ന് പറയുമ്പോഴത്തേക്കും 1/2ന്റെ സ്ക്വയർ 1/4 വരും.
അപ്പം എല്ലാ വാല്യൂസുമായി കൊസീക് സ്ക്വയറിന്റെ വാല്യൂ കിട്ടി, കോസ് സ്ക്വയറിന്റെ വാല്യൂ കിട്ടി, സൈൻ സ്ക്വയറിനെ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. അപ്പം 2 sin square π/6 നമുക്ക് 1/2 എന്ന് കിട്ടി. അത് ആദ്യം sin π/6 എടുക്കുന്നു, സൈൻ സ്ക്വയർ ചെയ്യുന്നു, എന്നിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അടുത്തത് സൈൻ കൊസീക് 7π/6 ആ. കൊസീക് കാണുന്നതിന് നല്ല സൈൻ കാണുക. സൈൻ 7π/6 കാണുന്നു. അപ്പം നമ്മളിവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. താഴെ 6 ആയതുകൊണ്ട് 7πയെ 6π വെച്ച് മാറ്റി എഴുതുക. താഴെ മേളിൽ 5π ആണ്, 6π - π എന്നിട്ടാൽ മതി. 5π പറഞ്ഞാൽ 6π - π വരും. താഴെ എന്ത് വരുന്നു അത് വെച്ച് കണക്ട് ചെയ്ത് എഴുതണം. എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം π പ്ലസ് വരും. π പ്ലസ് വരുമ്പോൾ നമ്മുടെ റിഡക്ഷൻ ഫോർമുല ഉപയോഗിക്കണം. സൈൻ π + x എന്ന് വെച്ചാൽ മൈനസ് സൈൻ എക്സ് ആണ്. എക്സിന് വരും π/6 വരും. അതിന്റെ വാല്യൂ മൈനസ് ഉണ്ട്. സൈൻ π/6ന്റെ വാല്യൂ 1/2. ഇപ്പോൾ കൊസീക്ക് സൈനിന്റെ വാല്യൂ കിട്ടിയപ്പോൾ കൊസീക്ക് കാണുന്നത് തിരിച്ചിട്ടാൽ മതി. -2/1 -2. കൊസീക്ക് സ്ക്വയർ -2ന്റെ സ്ക്വയർ എടുക്കുന്നു 4. അത് കിട്ടി. ഇനി കോസ് സ്ക്വയർ π/3 കൂടെ മതി. അപ്പം കോസ് π/3ന്റെ വാല്യൂ ഡയറക്റ്റ് അറിയാം 1/2. സ്ക്വയർ ചെയ്യുമ്പോൾ 1/4 വരും. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ കിട്ടിയതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ആൻസർ 3/2 എന്നാണ് കിട്ടേണ്ടത്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 2 sin square π/6 2 sin square π/6 1/2 കിട്ടി. 1/2 പ്ലസ് അടുത്ത പ്രോഡക്റ്റ് ആയതുകൊണ്ട് വേണേൽ ബ്രാക്കറ്റ് എഴുതാം. കൊസീക് സ്ക്വയർ 7π/6 നമുക്ക് -2 എന്ന് കിട്ടി. -2 അല്ല, കൊസീക് സ്ക്വയർ 7π/6 4 വന്നു. 4 ഇൻറ്റു കോസ് സ്ക്വയർ π/3 1/4 വന്നു. 4 ഇൻറ്റു 1/4 പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത് ബ്രാക്കറ്റിൽ ഇട്ടേക്കാം. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 1/2 പ്ലസ് 1/2 പ്ലസ് 4ഉം 1/4ഉം കൂടെ വെട്ടുമ്പോൾ 1 വരും. 1/2 പ്ലസ് 1 വരും. 2 LCM എടുത്താൽ 1 + 2 3/2 വരും. ക്ലിയർ ആയോ? ഓക്കെ. ഇതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ ചെയ്താൽ 2 sin square 3π/4 2 sin square 3π/4 plus 2 cos square π/4 plus 2 sec square π/3 plus 2 sec square π/3 equal to 10. ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരെണ്ണത്തിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇതിപ്പം π/4 നമുക്കറിയാം, π/3 അറിയാം, പക്ഷെ 3π/4 അറിയത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ആ റിഡക്ഷൻ ഫോർമുല വെച്ച് കണ്ടുപിടിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് അത് പഠിക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം 2 sin square 3π/4 ഇല്ലേ? 2 sin square 3π/4 ആണെങ്കിൽ ആദ്യം sin 3π/4 ആണ്. സ്ക്വയർ ഇല്ലാത്ത sin 3π/4 കണ്ടിട്ട് സ്കോർ ചെയ്തിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ആ സ്റ്റെപ്പ് അനുസരിച്ച് sin 3π/4 ഇത് നമ്മൾക്ക് അറിയാവുന്ന അല്ല. നമുക്ക് π/3 π/4 π/6 π/2 അങ്ങനെയുള്ളതിൻ്റെയൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാം. അപ്പം അതിനായിട്ട് താഴെ 4 അല്ലേ? അപ്പോൾ സൈൻ താഴെ 4 ആയതുകൊണ്ട് നമ്മൾ മേളിലത്തെ 3πയെ 4π വെച്ച് മാറ്റുന്നു. മേളിൽ 3πയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 4π എഴുതിയാൽ ഒരെണ്ണം കുറയ്ക്കണം, -π. 4πയിൽ നിന്ന് π കുറയ്ക്കുമ്പോൾ 3π. നമ്മുടെ വാല്യൂ മാറരുത്. 3πയെ നമ്മൾ താഴത്തെ 4 വെച്ച് മാറ്റി എഴുതിയതേ ഉള്ളൂ. 4π - π നമ്മൾ റിഡക്ഷൻ ഫോർമുല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ മാറ്റുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്പ്ലിറ്റ് ചെയ്യുക 4π/4 - π/4 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ π - π/4 π - π/4. ഇനി നിങ്ങൾ നോക്കുക, π ഇവിടെയാണ് π - x വരുന്നത്. സെക്കൻഡ് ക്വാർട്ടറിൽ എസ് ആ പോസിറ്റീവ്, സൈൻ ആ പോസിറ്റീവ്, π - x. അതായത് sin π - x ഈക്വൽ ടു π - x ന് π ഇവിടെ വരെ വരും, കുറയുമ്പോൾ പുറകിലോട്ട് പോകും. സെക്കൻഡ് ക്വാർട്ടറിലാണ് π - x വരുന്നത്. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. പൈ ആയതുകൊണ്ട് ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല, സൈൻ തന്നെയാണ്, സൈൻ എക്സ് ലാസ്റ്റ് എക്സ്. അങ്ങനെ അപ്പം അങ്ങനെ ആ ഫോമിലാണ് കിടക്കുന്നത്. സൈൻ π - എക്സിന് പകരം π/4. അപ്പം എക്സിന് പകരം π/4 ഇവിടെ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ π/4. സൈൻ π/4 എന്ന് വരും. ആ റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ച് ഒരെണ്ണം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കാം. നമുക്ക് സൈൻ π/4 വരും. സൈൻ π/4ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ. സൈൻ π/4ന്റെ വാല്യൂ എന്നതാ? ദാറ്റ് ഈസ് 1/√2. അത് പഠിക്കണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 കിട്ടും. 1/√2
1/√2 കിട്ടി. അപ്പോൾ നമുക്ക് sin 3π/4ന്റെ വാല്യൂ ചെയ്ത് വന്നപ്പോൾ 1/√2 കിട്ടി. നമുക്ക് 2 sin² 3π/4 ഒരുമിച്ച് അങ്ങ് എഴുതിയേക്കാം. 2 sin² 3π അല്ലെ sin² 3π/4 കണ്ടിട്ട് എഴുതിയാലും മതി. sin² 3π/4 is equal to sin 3π/4 1/√2 അല്ലേ, അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. 1/√2ന്റെ സ്ക്വയർ 1ന്റെ റൂട്ട് 1 √2ന്റെ സ്ക്വയർ 2. ഇനി 2 sin² 3π/4. അപ്പൊ ഇപ്പൊ കിട്ടിയത് 2 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 1/2. അപ്പോൾ 1 വരും. അപ്പൊ നമുക്ക് ഒരെണ്ണം ആൻസർ കിട്ടി. ആദ്യത്തെ ആൻസർ കിട്ടി 2 sin² 3π/4 1 എന്ന് കിട്ടി. ഇനി അടുത്ത 2 cos² π/4. അത് സിമ്പിളാണ്. അപ്പൊ അതിനായിട്ട് cos π/4 ഇല്ല. cos π/4 എന്ന് പറയുന്നത് നമുക്കറിയാം cos 45 അറിയാലോ 1/√2. അപ്പോൾ cos² π/4 എന്നുള്ളത് നമുക്കറിയാം. റൂട്ട് സ്ക്വയർ ചെയ്താൽ 1/√2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1/2 വരും. അപ്പം 2 cos² π/4 അല്ലേ, 2 cos² π/4 എന്ന് പറയുമ്പോൾ 2 × cos² π/4 1/2 എന്ന് കിട്ടി. അപ്പം 2 വെട്ടിപ്പോയിട്ട് 1 വരും. അപ്പം രണ്ടെണ്ണത്തിന്റെ ആൻസർ കിട്ടി. ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ. അടുത്തത് 2 sec² π/3. അപ്പൊ sec² π/3 കാണുന്നതിന് കോസ് കണ്ടിട്ട് സീക്കിലേക്ക് മാറ്റുക. സീക്ക് എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കൽ അല്ലേ. അപ്പൊ നമുക്ക് sec π/3 കാണണം. sec π/3 കാണാൻ വേണ്ടി cos π/3 കാണാം. cos π/3 cos 60. cos 60യുടെ വാല്യൂ അറിയാമല്ലോ 1/2 ആണ്. cos 60 എന്ന് വെച്ചാൽ 1/2. അങ്ങനെയാണ് sec π/3 എന്ന് പറയുന്നത്. ഇത് തിരിച്ചിട്ടാൽ മതി 2/1, അതായത് 2 വരും. കോസ് നേരെ തിരിച്ചിട്ടാൽ സീക്ക് കിട്ടും. ഈ sec² π/3 എന്ന് പറയുമ്പോഴത്തേക്കും 2ന്റെ സ്ക്വയർ 4 വരും. ഇനി 2 × sec² π/3 2 × 4 8 വരും. എല്ലാ വാല്യൂസും കിട്ടി. 3 സെറ്റ് വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൻ്റെ അകത്തേക്ക് ഈ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുക. LHS എടുത്ത് എഴുതുന്നു. ലെഫ്റ്റ് സൈഡ് എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്ത് എഴുതണം. 2 sin² 3π/4 പ്ലസ് 2 cos² π/4 പ്ലസ് 2 sec² π/3 ഈക്വൽ 2 sin² 3π/4 കണ്ടോ 1 എന്ന് കിട്ടുന്നുണ്ട്. 1 പ്ലസ് 2 cos² π/4 again 1 പ്ലസ് 2 sec² π/3 8 10 വരും. 10 എന്നല്ലായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം അത് കിട്ടി. അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുക. 2 ക്വസ്റ്റ്യൻ കൂടി ടെക്സ്റ്റ് കിടപ്പുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടും. ക്ലിയർ ആയിട്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം അത് ശരിക്കും ചെയ്ത് പഠിക്കുക എളുപ്പമുള്ളതാണ്. നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് sin 75 tan 15. sin 75ന്റെ വാല്യൂ കാണാം. sin 75 ഡിഗ്രിയുടെ വാല്യൂ കാണും. sin 75 ഡിഗ്രി അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 75 ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്ന 30, 45, 60, 90 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 75ന് നമുക്കറിയത്തില്ല. അപ്പോൾ 75ന് വേണമെങ്കിൽ അറിയാവുന്ന 45, 30, 60 ആ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. 75നെ എങ്ങനെ എഴുതാം നമുക്ക്? സൈൻ ഓഫ് 75നെ അറിയാവുന്ന 2 വാല്യൂസിന്റെ സമ്മോ ഡിഫറൻസോ ഒക്കെ ആയിട്ട് എഴുതാമല്ലോ. എഴുതാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. 75 എന്ന് വെച്ചാൽ 45 + 30 അല്ലേ. 45 + 30. ഇനി നിങ്ങൾ പഠിച്ച സൈൻ ഓഫ് x + yയുടെ ഇക്വേഷൻ ഉപയോഗിക്കാം. സൈൻ ഓഫ് x + y എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ, sin x cos y പ്ലസ് cos x sin y. ഈ ഇക്വേഷൻ വെച്ച് നമ്മളിവിടെ എഴുതുന്നു. അപ്പോൾ സൈൻ എക്സിന് പകരം അപ്പോൾ 45 കൊടുക്കുന്നു, കോസ് വൈക്ക് പകരം 30 കൊടുക്കുന്നു. എക്സിന്റെ സ്ഥാനത്ത് നോക്കുക 45, വൈയുടെ സ്ഥാനത്ത് 30 അത് കൊടുക്കുന്നു. സൈൻ 45 × cos 30 പ്ലസ് തിരിച്ച് cos 30 × sin 45. ഈ വാല്യൂസ് കൊടുത്താൽ സൈൻ 45ന്റെ വാല്യൂ അറിയാലോ. സൈൻ 45 1/√2 ഇൻറ്റു വേണം ബ്രാക്കറ്റ് ഇടാം ആദ്യത്തേന്. cos 30 എന്ന് വെച്ചാൽ cos 30 √3/2 ആ. ആ വാല്യൂസ് പഠിക്കണേ. അപ്പം ആദ്യത്തെ ടേമായി പ്ലസ് തിരിഞ്ഞു പോയില്ലേ, ഇക്വേഷൻ തിരിഞ്ഞു പോയില്ലേ. sin 45 × cos 30 പ്ലസ് cos 45 × sin 30 ആണ്. sin 45 × cos 30 പ്ലസ് cos 45 × sin 30 അതാണ് ഇക്വേഷൻ. മാറിപ്പോയി. അപ്പോൾ ഇവിടെ പ്ലസ് cos 45 1/√2 ഇൻറ്റു sin 30. sin 30യുടെ വാല്യൂ
വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 1/2. സൈൻ 30യുടെ വാല്യൂ 1/2. അപ്പോൾ ഇതിനെ വേണേൽ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുമിച്ച് √3/2 √2 എന്ന് എഴുതാം ആദ്യത്തേത്. നമുക്ക് ന്യൂമറേറ്റർ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം a/b × c/d ഇങ്ങനെ വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ഒരു പ്രശ്നമില്ല. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ac എന്ന് എഴുതാം, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് bd എന്ന് എഴുതാം. ഈ പ്ലസ് ഒക്കെ വരുമ്പോഴാണ് a/b + c/d. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് LCM ഒക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നത്. പ്ലസ് വരുമ്പോഴേ പ്രശ്നമുള്ളൂ. പ്ലസോ മൈനസോ വരുമ്പോൾ LCM ഒക്കെ എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് AD + BC എന്നൊക്കെ എഴുതണം, /BD എന്നൊക്കെ എഴുതണം. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇപ്പം 1/3 4/7 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 1 × 4 4 എന്ന് എഴുതാം, 3 × 7 21 എന്ന് എഴുതാം. മൾട്ടിപ്ലിക്കേഷന് പ്രശ്നമൊന്നുമില്ല. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. പലർക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ 1 ഉം √3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് √3 വരും. താഴെ 2 ഉം √2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 2 √2 വരും. ഇവിടെ അതുപോലെ പ്ലസ് 1 ഉം 1 മൾട്ടിപ്ലൈ ചെയ്ത് 1, 2 √2 മൾട്ടിപ്ലൈ ചെയ്ത് 2 √2. ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പം വേണേൽ ഒരുമിച്ച് ചെയ്താൽ ഒറ്റ ഡിനോമിനേറ്റർ ആയിട്ട് ഇടാം. സെയിം ഡിനോമിനേറ്ററിനെ കമ്പൈൻ ചെയ്യാം. മേളിൽ ആഡ് ചെയ്താൽ മതി √3 + 1. ഇതാണ് സൈൻ 75ന്റെ ആൻസർ. സൈൻ 15 വന്നാലും നമുക്ക് മാറ്റിയിടാം. 75 15 വന്നാൽ 75 വന്നാൽ 45 + 30 എന്ന് എഴുതുക. 15 ആണ് വരുന്നതെങ്കിൽ 45 - 30 എന്ന് എഴുതുക. 75 15 വന്നാൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പം മൈനസ് ആണ് വരുന്നതെങ്കിൽ 15 ആണ് വരുന്നതെങ്കിൽ നടുക്ക് മൈനസ് വരും. അപ്പോൾ ഇവിടെ മൈനസ് വരും, അപ്പോൾ ഇവിടെ മൈനസ് വരും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അത് ഓർത്തോളം. ക്ലിയർ ആയില്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ tan 15 ആണ്. tan 15 tan 15 tan 15 15 ഇപ്പം മാറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. tan 45 നിന്ന് 15 കുറച്ചാൽ മതി. 45 - 15. ഇവിടെ നമ്മൾ tan of x - y ഇക്വേഷൻ ഉപയോഗിക്കുന്നു. tan of x - y ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ tan x - tan y / 1 + tan x × tan y. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അത് നമ്മളിവിടെ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു tan x-ന് പകരം 45 tan 45 - tan y-ക്ക് പകരം tan 30 അല്ലേ? 45 - 30 tan 30 വരും. അപ്പം 15 എന്ന് വെച്ചാൽ 45 - 30 എഴുതിപ്പോൾ മാറിപ്പോയാണ്. 45 - 30. അപ്പം tan 45 - tan 30 tan x - tan y / 1 + tan 45 × tan 30. ഇനി ഇത് വാല്യൂസ് കൊടുത്തത് tan 45ന്റെ വാല്യൂ അറിയാലോ 1 ആണ്. മൈനസ് tan 30യുടെ വാല്യൂ. tan 30 എന്ന് പറയുമ്പോഴത്തേക്കും sin 30 / cos 30 വരും. 1/2 / √3/2. അപ്പം 1/√3 വരും. tan 30യുടെ വാല്യൂ 1/√3. അതെല്ലാം എഴുതിയിട്ട് നമ്മളത് പഠിക്കണം. 1 + 1 × 1/√3 വരും. കണ്ടോ? അപ്പോൾ അതായത് 1 - 1/√3 / 1 + 1 × 1 = 1/√3. ഇത് വേണേൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ വരെ എഴുതിയാലും മതി. സിംപ്ലിഫൈ ചെയ്ത് വേണേൽ കുറച്ചുകൂടെ എഴുതാം. വേണ്ട, അത്ര എഴുതിയാൽ മതി. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇത് ശരിക്കും പഠിക്കാം. പിന്നെയും കുറേ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഈക്വേഷൻസ് അത്യാവശ്യമായിട്ടും കാണാതെ പഠിക്കണം. പിന്നെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് കുറച്ച് ഇക്വേഷൻസും കൂടെ. 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് ഞാൻ ഇക്വേഷൻസിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയി. അതായത് ഐഡന്റിറ്റീസ് sin² x + cos² x നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് 1. അപ്പോൾ sin² x എന്ന് വെച്ചാൽ 1 - cos² x. cos² x എന്ന് വെച്ചാൽ 1 - sin² x. ഇത് ഒരു സെറ്റ് ഇക്വേഷൻ ഐഡന്റിറ്റി. അപ്പം നിങ്ങൾ ഓർക്കുക, ഈ 3 സെറ്റിൽ sin² cos² 1 sin² x cos² x 1 ഇത് 3 അല്ലേ ഇവിടെ വന്നേക്കുന്നത്. ഇതിനകത്ത് എല്ലാം sin² x ഉം cos² x ഉം 1 ആണ്. ഇതിലെ ഈ 3 എണ്ണത്തിലെ ലാർജസ്റ്റ് എന്ന് പറയുന്നത് 1. അപ്പോൾ 1 വരുമ്പോൾ മാത്രം ആഡ് ചെയ്യണം. ഓർത്തിരിക്കാൻ എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. sin² cos² 1ലെ ലാർജസ്റ്റ് 1 ആണ്. അപ്പോൾ 1 കണ്ടുപിടിക്കുമ്പോൾ മാത്രം sin² ഉം cos² ആഡ് ചെയ്യണം. ബാക്കി രണ്ടെണ്ണം കാണുമ്പോൾ വലിയ 1ൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. sin² കാണുമ്പോൾ 1ൽ നിന്ന് cos² സെപ്പറേറ്റ് ചെയ്യണം. cos² കാണുമ്പോൾ വലിയ 1ൽ നിന്ന് sin² സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഓർത്തിരിക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇനി അടുത്ത 3 സെറ്റ് എന്ന് പറയുന്നത്, ഇന്നത്തെ ഒരു 3 സെറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് sec² tan² 1.
ഈ 3 സെറ്റിലെ ലാർജസ്റ്റ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ. ലാർജസ്റ്റ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് പറയാം സീക്ക് സ്ക്വയർ കാണുമ്പോൾ മാത്രം ആഡ് ചെയ്യുക, ബാക്കി 2 കാണുമ്പോൾ സീക്ക് സ്ക്വയർ വലിയ സീക്ക് സ്ക്വയറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പം ബാക്കി 2 കാണുമ്പോൾ, അതായത് ഇപ്പം 1 കാണും, 1ന്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം 1 കാണണമെങ്കിൽ 1 എന്ന് പറയുമ്പോൾ ഇവിടെ ലാർജസ്റ്റ് സീക്ക് സ്ക്വയർ അല്ലേ, അപ്പൊ സീക്ക് സ്ക്വയറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. സീക്ക് സ്ക്വയർ എക്സിൽ നിന്ന് ടാൻ സ്ക്വയർ എക്സ് സെപ്പറേറ്റ് ചെയ്യണം. വലിയത് സീക്ക് സ്ക്വയർ എക്സ് ആണ്, 1 ചെറുതാ. ചെറിയ 1 കാണണമെങ്കിൽ വലിയ സീക്ക് സ്ക്വയർ എക്സിൽ നിന്ന് ടാൻ സ്ക്വയർ എക്സ് സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ ടാൻ സ്ക്വയർ എക്സ് കാണണമെങ്കിൽ ടാൻ സ്ക്വയർ എക്സ് ചെറുതാ, വലുത് സീക്ക് സ്ക്വയർ അല്ലേ, അപ്പൊ സീക്ക് സ്ക്വയർ എക്സിൽ നിന്ന് 1 സെപ്പറേറ്റ് ചെയ്യാം. ഇനി സീക്ക് സ്ക്വയർ എക്സ് കാണണമെങ്കിൽ സീക്ക് സ്ക്വയർ എക്സ് വലുത്, അപ്പൊ 2 കൂടെ ആഡ് ചെയ്യണം. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. വലിയ സീക്ക് സ്ക്വയർ എക്സ് കാണുമ്പോൾ മാത്രം 1ഉം ടാൻ സ്ക്വയർ എക്സും ആഡ് ചെയ്യുക, ബാക്കി 2 കാണുമ്പോൾ സീക്ക് സ്ക്വയർ എക്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെയാണ് അടുത്ത കോമ്പിനേഷൻ, കൊസീക്കും കോട്ടും 1. കൊസീക്കും കോട്ടും 1 വരുമ്പോഴും ഇതേ ഇത് തന്നെയാണ്. കൊസീക്ക് കോട്ട് 1, ഇതിലെ ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊസീക്കാണ്. കൊസീക്ക് സ്ക്വയർ എക്സ് ആണ് ലാർജസ്റ്റ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ തന്നെ ഇതുപോലെ തന്നെ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമ്മളിപ്പോൾ 1ന്റെ എഴുതുക. 1 വരുമ്പോൾ നമ്മൾ വലിയ കൊസീക്ക് സ്ക്വയർ എക്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. കൊസീക്ക് സ്ക്വയർ എക്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ അടുത്തുള്ള കോട്ട് സ്ക്വയർ എക്സ് സബ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി കോട്ട് സ്ക്വയർ എക്സ് കാണണമെങ്കിൽ കോട്ട് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ചെറുതാ, വലിയ കൊസീക്ക് സ്ക്വയർ എക്സിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം. ഇനി കൊസീക്ക് സ്ക്വയർ എക്സ് കാണണമെങ്കിൽ അത് വലുത് വരുമ്പോൾ 1ഉം കോട്ട് സ്ക്വയർ എക്സും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ അങ്ങനത്തെ 3 ഐഡന്റിറ്റീസ് 3, 3, 6, 3, 9 നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാൻ ഞാൻ വിട്ടുപോയിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഇക്വേഷൻസ് കൂടെ ഇതും പഠിച്ചു വെക്കേണ്ടതാണ്, നമ്മൾ പലയിടത്തും ഉപയോഗിക്കേണ്ടി വരും. ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതുകൊണ്ട് നിർത്താം. ഓക്കെ, താങ്ക് യു.